നമസ്കാരം. സിൽവർ ലൈൻ വീണ്ടും ട്രാക്കിലാക്കാൻ കൊച്ചിയിൽ റെയിൽവേയും കെറെയിൽ കോർപ്പറേഷനും തമ്മിൽ ചർച്ച നടന്നു. ആദ്യ കൂടിക്കാഴ്ച പോസിറ്റീവാണെന്നും ചർച്ചകൾ തുടരുമെന്നും കെറെയിൽ MD അജിത് കുമാർ പറഞ്ഞു. DPRൽ അടിസ്ഥാനപരമായ മാറ്റമാണ് റെയിൽവേ നിർദ്ദേശിക്കുന്നത്. ബ്രോഡ് ഗേജിൽ നിലവിലെ റെയിൽ നെറ്റ്വർക്കിനോട് ബന്ധിപ്പിക്കപ്പെട്ട പാതയാണ് റെയിൽവേ വിഭാവനം ചെയ്യുന്നത്. അത് അർദ്ധ അതിവേഗ പാതയുടെ സങ്കല്പത്തിന് നിരക്കുന്നതല്ല എന്ന് കെറെയിലും പറയുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കെറെയിൽ കോർപ്പറേഷന്റെ സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണോ? ഒരു പച്ചക്കൊടി റെയിൽവേയിൽ നിന്നുണ്ടാകുമോ? ഈ വിഷയത്തിൽ ഡോക്ടർ B. ജയരാജ്, ഇടത് സഹയാത്രികൻ K. ശബരിനാഥൻ, കോൺഗ്രസ് VP ശ്രീ പത്മനാഭൻ, BJP ശ്രീ S. രാജീവൻ, കെറെയിൽ വിരുദ്ധ സമരസമിതി എന്നിവർ. ശ്രീ K. ശബരിനാഥൻ, ഇവിടിപ്പോ കേരളത്തെ സംബന്ധിച്ച് ഒരു അതിവേഗ റെയിൽപാത എന്നുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആലോചനയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതിനൊരു പഠനവും നടത്തിയിരുന്നു. പക്ഷേ അന്തിമമായി അത് മുന്നോട്ട് പോയില്ല. അർദ്ധ അതിവേഗ പാത എന്ന സങ്കല്പമാണ് ഇടത് സർക്കാർ മുന്നോട്ട് വെച്ചത്. അതിനു മുൻപ് റെയിൽവേ തന്നെ, കേന്ദ്രം തന്നെ സംസ്ഥാനങ്ങളോട് സ്റ്റാൻഡ് അലോൺ അതിവേഗ റെയിൽവേ പദ്ധതികളുടെ പ്രോജക്റ്റുകളെക്കുറിച്ച്, ജോയിന്റ് വെഞ്ചറുകൾ നടത്തുന്നതിനെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞിരുന്നു, നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്തായാലും കേരളത്തിൽ ആ ലക്ഷ്യത്തോടു കൂടി 2016 മുതൽ തുടങ്ങിയ പദ്ധതി ഇതുവരെയും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. കുറേ ആളുകൾക്ക് കല്ലിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നതൊഴിച്ചാൽ കാര്യമായ മുന്നോട്ട് പോക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ റെയിൽവേ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അതിലൊരു സമവായമാവുകയും കെറെയിൽ എന്ന പദ്ധതി ആത്യന്തികമായി നടപ്പാവുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ആദ്യമേ തന്നെ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അറ്റത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ബന്ധിപ്പിക്കുക എന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമുള്ള ഒരു വിഷയമല്ല. ഈ കെറെയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ UDF നടന്ന സമരത്തിനുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ കണക്ടിവിറ്റി ബെറ്റർ ആക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ കെറെയിൽ വിഭാവനം ചെയ്തിട്ടുള്ള സിൽവർ ലൈൻ എന്ന് പറഞ്ഞ ഈ പദ്ധതിക്കെതിരെയാണ് കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ പറഞ്ഞുകൊണ്ട് UDF എതിർത്തുള്ളത്. അതിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇക്കണോമിക്കൽ കാര്യങ്ങളുണ്ട്, അതിൽ സാങ്കേതികമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതിൽ പാരിസ്ഥിതികമായിട്ടുള്ള എൻവയൺമെൻ്റലായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അതോടൊപ്പം കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നും കെറെയിലും അതോടൊപ്പം റെയിൽവേ തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കകത്ത് ഈ വിഷയങ്ങളൊന്നും കാര്യമായി പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയത്തിൽ നമ്മൾ പറയുന്ന ന്യായമായിട്ടുള്ള ജനങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ നിലനിൽക്കുന്നത്രോളം കാലം ഈ പദ്ധതി സിൽവർ ലൈൻ എന്ന് പറഞ്ഞ ഇവരുടെ പുതിയതായിട്ടുള്ള ഒരു ഗ്രീൻഫീൽഡ് പദ്ധതിക്കെതിരെ തന്നെയാണ് UDF എന്നുള്ള കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ പറയുന്നത്. ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആവശ്യമുണ്ടല്ലോ. ഇപ്പോൾ റോഡ് ഡെൻസിറ്റി എടുത്താൽ ഏറ്റവും കൂടുതൽ വാഹന പെരുപ്പമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് എന്ന് മാത്രമല്ല, ട്രാൻസ്പോർട്ടേഷൻ എടുക്കുന്ന സമയം അത് റെയിൽ വഴിയാണെങ്കിലും റോഡ് വഴിയാണെങ്കിലും ഏറ്റവും കൂടുതൽ സമയം, അതായത് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്ന് മാത്രമല്ല, കേരളം നമുക്കറിയാം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു പട്ടണം പോലെ കിടക്കുന്ന പ്രത്യേക സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ് താനും. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ കണക്ടിവിറ്റിക്കായുള്ള ആവശ്യം, പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള ആവശ്യം കൂടും. അത് തൊഴിലിനെ സംബന്ധിച്ചും ഇവിടത്തേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചൊക്കെ നിർണായകമാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ കെറെയിൽ നടപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയത്തിനകത്തൊരു സൊല്യൂഷൻ എന്നുള്ള നിലയിലേക്ക് പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ആലോചിക്കേണ്ടി വരില്ലേ? അല്ല, തീർച്ചയായിട്ടും അഭിലാഷ്, അതിനകത്തുള്ള സൊല്യൂഷൻ CPM പറയുന്ന, കേരള സർക്കാർ പറയുന്ന ഇപ്പോൾ നിർദ്ദിഷ്ടമായിട്ടുള്ള സിൽവർ ലൈൻ പദ്ധതിയല്ല. 1 മുതൽ തുടങ്ങിയിട്ടൊരു ഗ്രീൻഫീൽഡ് പദ്ധതിയായി ഏകദേശം 1.25 ലക്ഷം കോടി രൂപ ചെലവാക്കിക്കൊണ്ട് കേരളത്തിലുള്ള ആളുകൾ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ശരിയായിട്ടുള്ള പഠനം നടത്താതെ സർവേയിൽ പോയും ചതുപ്പ് നിലത്തിനകത്തും പുഴയുള്ളിടത്തും വന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് പദ്ധതിക്ക് പ്രതിപക്ഷവും UDFും എതിരാണ്. അതിനെല്ലാ കാരണങ്ങളും പറയുന്നത് തട്ടിക്കൂട്ട് പദ്ധതിയാണെന്നുള്ളത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിൻ്റെ സർവേ പോലും ഭൂമിയിൽ സർവേ നടത്താതെ ലിഡാർ സർവേ നടത്തി ഗൂഗിൾ എർത്ത് ഇമേജ് നോക്കി കൊല്ലത്തെ നിർദ്ദിഷ്ടമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ, കുണ്ട്രയിലുള്ള റെയിൽവേ സ്റ്റേഷൻ മുഖത്തലയാണെന്ന് തോന്നുന്നു, ആ റെയിൽവേ സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലം പോലും അവിടെ ഒരു ചെറിയൊരു വാട്ടർ ബോഡിയാണ്. അത്ര പോലും ഒരു നിരുത്തരവാദപരമായിട്ട് വളരെ പെട്ടെന്ന് ചില പ്രത്യേക കാരണങ്ങളാൽ കുറച്ച് പൈസ അടിക്കാൻ വേണ്ടിയുള്ള ഈ പദ്ധതിക്ക് നമ്മൾ എതിര് തന്നെയാണ്. ഇതിന് സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻസ് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു ഓപ്ഷനാണല്ലോ. കേരളത്തിൽ റെയിൽവേയുടെ തന്നെ ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്.
നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു ട്രെയിനിൽ പോകുമ്പോൾ അതിന് ബഫർ സോണുകളായിട്ടുള്ള റെയിൽവേ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് ഒരു മൂന്നാമത്തെ നിലയും നാലാമത്തെ ലൈനും ഭാവിയിൽ വരേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ റെയിൽവേയുടെ നിങ്ങൾ പറഞ്ഞ പാരലൽ ഓപ്ഷൻസ്, ഇപ്പോൾ റെയിൽവേയുടെ തന്നെ പല വലിയ രീതിയിലുള്ള എഫിഷ്യൻസി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സിഗ്നലിംഗ് കൂടുതൽ മെച്ചപ്പെടുന്നു. വന്ദേ ഭാരത് പോലത്തെ പുതിയ സംവിധാനങ്ങൾ വന്നു. അത് കാലത്തിൻ്റെ മാറ്റമാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ജനശതാബ്ദി വന്നു, അതിനുശേഷം വന്ദേ ഭാരത് വന്നു. ജനശതാബ്ദി വന്ദേ ഭാരത് നല്ല രീതിയിൽ കേരളത്തിൽ പോകുന്നു. അപ്പോൾ അതിന് പാരലായിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിലും ഒരുപക്ഷെ 20% കോസ്റ്റിൽ കുറച്ചാളുകളെ മാത്രം കുടിയൊഴിപ്പിക്കുന്നുണ്ട്. പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കാത്ത സൊല്യൂഷൻസ് ധാരാളമുണ്ട് എന്ന് മറിച്ച് പ്രതിപക്ഷവും മറ്റാളുകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒറ്റ പദ്ധതി മാത്രം മതി, സിൽവർ ഗേജിലുള്ള ഈ ഒറ്റ പദ്ധതി മാത്രം മതി എന്നുള്ള ഒരു വാശി, പിടിവാശി സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് നമ്മൾ അറിയാനിരിക്കുന്നത്, നമുക്ക് അറിയാനുള്ളത്. ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇത് കേന്ദ്രം മൂട്ട് ചെയ്ത ഒരു പദ്ധതിയാണ്. സംസ്ഥാനങ്ങളോട് റെയിൽവേയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചറായി ഈ അതിവേഗ റെയിൽ പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്രം നിർദ്ദേശിക്കുന്നു. ഇത് സംബന്ധിച്ച കമ്മ്യൂണിക്കേഷനുകൾ 2020 വരെ ഉണ്ട്. അതനുസരിച്ചാണ് ഈ പദ്ധതി രൂപം കൊള്ളുന്നത്. ആ പദ്ധതിക്ക് പിന്നീട് രാഷ്ട്രീയമായ എതിർപ്പുകൾ വന്നു എന്ന് മാത്രമല്ല ധാരാളം പ്രശ്നങ്ങൾ, കൺസേൺസ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു. അതുകൊണ്ടുകൂടിയാകാം ഒരു പക്ഷേ റെയിൽവേ ബോർഡിൻ്റെ അനുമതി കിട്ടാത്തത്. ഇതുവരെ കേന്ദ്ര അനുമതി കിട്ടാത്തൊരു പദ്ധതിയാണ്, റെയിൽവേ ബോർഡിൻ്റെ അനുമതി കിട്ടാത്തൊരു പദ്ധതിയാണ്. നടക്കുമോ ഇല്ലയോ എന്ന് അറിയാത്ത പദ്ധതിയാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ ചിലപ്പോൾ പോസിറ്റീവ് സിഗ്നലും ചിലപ്പോൾ നെഗറ്റീവ് സിഗ്നലും തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന പദ്ധതി എന്ന് പറയാം. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ റെയിൽവേ ഒരു ചർച്ച നടത്തുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി വേണം എന്ന് വിചാരിച്ച് തന്നെയുള്ള ചർച്ചയായിരിക്കുമോ അത്? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റെയിൽവേ ഒരു കാര്യത്തിൽ റെയിൽവേക്ക് കർശനമായ നിലപാടുണ്ട്. അത് ഈ സ്റ്റാൻഡേർഡ് ഗേജ് ഒരു കാരണവശാലും റെയിൽവേ അംഗീകരിക്കാൻ പോകുന്നില്ല. റെയിൽവേ വന്ദേ ഭാരത് കൂടി ഓട്ടാൻ സാധിക്കുന്ന, ചരക്ക് തീവണ്ടികൾ വരെ ഓട്ടാൻ സാധിക്കുന്ന, റെയിൽവേക്ക് ഉപകാരപ്രദം കൂടിയാവുന്ന ബ്രോഡ് ഗേജ് ആയിട്ടുള്ള സംവിധാനത്തെ മാത്രമേ റെയിൽവേ അംഗീകരിക്കാൻ പോകുന്നുള്ളൂ. അതാണ് അവരുടെ ടെക്നിക്കലായിട്ടുള്ള ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഈ റെയിൽവേയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ പിണറായി വിജയനും അശ്വിനി വൈഷ്ണവുമായി ഉണ്ടായ ചർച്ചകളിൽ പറഞ്ഞത് ഒന്ന് ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന രീതിയിലാണ്. അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഒന്ന് ഈ ബ്രോഡ് ഗേജ് ആണെങ്കിൽ, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള DPR പ്രകാരം കല്ലും മണ്ണും ഉപയോഗിച്ചൊരു മതിൽ പോലെ കെട്ടി ഉയർത്തി അതിന് മുകളിൽ കൂടി ഈ റെയിൽ ഫിക്സ് ചെയ്യുന്നൊരു പദ്ധതിയാണ് നിലവിലുള്ളത്. ഒരു കാരണവശാലും അത് റെയിൽവേ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെന്ന് എനിക്ക് ബോധ്യമില്ല. കാരണം ഒന്നുകിൽ ഇത് മെട്രോ സർവീസ് പോലെ ഡൽഹിയിലൊക്കെ ഉള്ളതുപോലെ ഭൂമിക്കടിയിലൂടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ വയോഡക്റ്റായി, അതായത് പില്ലർസിൻ്റെ മുകളിൽ കൂടി പോകേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത, ഇതിനാവശ്യമായി വരുന്ന ചെലവ് എത്രയാണെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അടുത്ത 25 വർഷം ഈ അമൃതകാലത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മൊത്തം നീക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടുവച്ചിട്ടുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. അതായത് റെയിൽ വികസനം, റോഡ് വികസനം, വിമാനയാത്രാ വികസനം, ജലത്തിലൂടെയുള്ള, അതായത് പുഴകളിലൂടെ, ഇപ്പോൾ വാരാണസി ഗംഗയിലൂടെ അങ്ങ് ആസാമിലെ ഗോഹട്ടി വരെയൊക്കെ അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ ഉള്ള ഈ എന്താ പറയുക, ഈ നമ്മുടെ ഈ ചെറിയ കപ്പലുകൾ, പുഴയിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ ഉപയോഗിച്ച ഗതാഗതം അതിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ മറ്റേ സമുദ്രാതിർത്തികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വർദ്ധിപ്പിക്കാൻ കണ്ടുവച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള ആവശ്യം ഉയരുകയാണ്, പല പദ്ധതികൾ ആവശ്യം വരും. പക്ഷെ ഇവിടെ ഇപ്പോൾ റെയിൽവേ ഉന്നയിച്ചിരിക്കുന്ന വാദം താങ്കൾ ഉന്നയിച്ചത് തന്നെയാണ്. അതായത് ഇത് സ്റ്റാൻഡേർഡ് ഗേജിൽ പറ്റില്ല, ബ്രോഡ് ഗേജിൽ പറ്റണം. അങ്ങനെ ബ്രോഡ് ഗേജ് പാത നമ്മുടെ റെയിൽ നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആവണം. അതിൽ യാത്രാ തീവണ്ടികളും ചരക്ക് തീവണ്ടികളും ഓടിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു പാത ഒരു ഡെഡിക്കേറ്റഡ് പാതയാവില്ല, ഒരു സ്റ്റാൻഡ് അലോൺ പാതയാവില്ല, നമ്മുടെ റെയിൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാതയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2 റെയിൽ പാതകളുണ്ട്.
അതിൻ്റെ മൂന്നാം പാതയായിരിക്കും. അങ്ങനെ ഒരു മൂന്നാം പാത എന്ന് പറയുമ്പോൾ അതിലൂടെ ഈ 20 മിനിറ്റ് ഇടവേളയിൽ ട്രെയിനുകൾ, ഈ അതിവേഗ ട്രെയിനുകൾ കടത്തിവിട്ടുകൊണ്ടേയിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം മറ്റു ട്രെയിനുകളും അതുവഴി ഓടുകയല്ലേ. അപ്പോൾ ആ പാത എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ റെയിൽവേ പണിയേണ്ട മൂന്നാം പാതയാണ്. ഇപ്പോൾ റെയിൽവേ കേരളത്തിൽ പണിയേണ്ട മൂന്നാം പാത ജപ്പാനിൽ നിന്ന് വായ്പ എടുത്ത് സംസ്ഥാന സർക്കാർ പണിത് കൊടുക്കണോ? അല്ല, ഇതാണ് ചോദ്യം. താങ്കൾ ചോദിച്ചതാണ് ചോദ്യം. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പരമാവധി പോയാൽ റെയിൽവേയുടെ അവർ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരമാവധി പോയാൽ ഇവിടെ ഒരു അതിവേഗ പാത, റെയിൽവേയുടെയും കൂടി സഹകരണത്തിൽ ഒരു അതിവേഗ പാത, അതായത് നിലവിലുള്ള 2 ലൈനിന് പകരം മൂന്നാമതൊരു ലൈൻ റെയിൽവേയുടെ തീവണ്ടികൾ ഓട്ടാനും സംസ്ഥാന സർക്കാർ സങ്കല്പത്തിലുള്ള തീവണ്ടികൾ ഓട്ടാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അതിവേഗ പാത, അത് മൂന്നാമത്തെ ലൈൻ. ഇതിനപ്പുറമൊന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ഭൂമി ഇതിനു വേണ്ടി മാത്രമായി വിട്ടുതരാൻ, അതായത് ഇവരുദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ഈ സംവിധാനത്തിന് മാത്രമായി റെയിൽവേയുടെ ഒരു തുണ്ട് ഭൂമി പോലും വിട്ടുതരാൻ പോകുന്നില്ല. അപ്പോൾ റെയിൽവേ ഭൂമി വിട്ടുതരണമെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ റെയിൽവേക്കും ഗുണമുണ്ടാവണം. അപ്പോൾ ഒരു മൂന്നാം പാത, അതിവേഗ തീവണ്ടികൾ പോകുന്ന ഒരു മൂന്നാം പാത ഒരു പക്ഷേ റെയിൽവേയും കേരളയിലും ഒക്കെ സഹകരിച്ച് സാധ്യമായേക്കാം. അതിനും അപ്പുറത്തേക്ക് ഒന്നും ഈ സംവിധാനം പ്രതീക്ഷിക്കേണ്ട എന്നാണ് റെയിൽവേയുടെ ചർച്ചയിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ശരി, വിഭാവനം ചെയ്യുന്നത് മാതിരിയുള്ള ഒരു സ്റ്റാൻഡ് അലോൺ അർദ്ധ അതിവേഗ പാത എന്നുള്ളത് സാധ്യമാവില്ല എന്നുള്ളത് തന്നെയാണ് റെയിൽവേയുടെ ആ നിലപാടിന്റെ അർത്ഥം. വളരെ ക്ലിയർ ആണത്. ശ്രീ ബി ജയരാജ്, ഈ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയാവുന്ന പദ്ധതിയാണ് കേരള കോർപ്പറേഷന്റെ സിൽവർ ലൈൻ പദ്ധതി. റെയിൽവേയുമായി ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ റെയിൽവേ ബ്രോഡ് ഗേജിലുള്ള നിലവിലുള്ള റെയിൽ കണക്ടിവിറ്റിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാത എന്ന കാര്യം ആലോചിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു ആശയത്തിന് റെയിൽവേ റെഡിയല്ല എന്ന് പറയുമ്പോൾ, നേരത്തെ RV ജി മേനോനൊക്കെ മുന്നോട്ട് വെച്ചത് മാതിരി നിലവിലുള്ള റെയിൽവേ പാതയ്ക്ക് ഒപ്പം അല്ലെങ്കിൽ അതിന് സമാന്തരമായി മൂന്നാമതൊരു പാത, അതുവഴി ഈ അതിവേഗ ട്രെയിനുകളും ഓടിക്കുക എന്ന ഒരു സമവായത്തിലേക്ക് എത്തിയാൽ ഇത് ഒരു പക്ഷേ നടന്നേക്കാം, അല്ലെങ്കിൽ അതും നടക്കില്ല എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കണ്ടേ? ഇതിനകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടേതായ ചില സ്പെക്സ് ഉണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് ആക്കണം എന്നുള്ളതാണ്. പിന്നെ റെയിൽവേയുടെ കണ്ടീഷൻസ് അനുസരിച്ച് ബ്രിഡ്ജസ് പണിയണമെന്നുള്ളതാണ്. മൂന്നാമത്തത് റെയിൽവേ ലൈനുമായിട്ടുള്ള കണക്ടിവിറ്റി. ഇത് മൂന്നുമാണ് അവർ മാർഗനിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ലാതെ സമാന്തര പാത ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അതിന് റെയിൽവേ ലൈനോട് അനുകൂലമായ സമാന്തര പാത എന്നുള്ളൊരു ആവശ്യമേ റെയിൽവേ ഉന്നയിച്ചിട്ടില്ലെന്നാണ് ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം. ശരിക്കും എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിൽ എല്ലാവർക്കും സമാന്തര പാത എന്ന ആവശ്യം റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ഫോർമാറ്റിലാണ് ഒരു പാത ഉണ്ടാവുന്നത് എങ്കിൽ അതൊരു മൂന്നാം പാത, അതായത് നമ്മുടെ നിലവിലെ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിന് സമാന്തരമായോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കാവുന്നതോ ആയ ഒരു മൂന്നാം പാത മാത്രമായിരിക്കും. കാരണം റെയിൽവേ കണക്ടിവിറ്റിയുമായി ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റു ട്രെയിനുകളും കടന്നു പോകുന്ന, ചരക്ക് തീവണ്ടികളും കടന്നു പോകുന്ന ഒരു പാത എന്ന് പറഞ്ഞാൽ അത് നിർദ്ദിഷ്ട കെ റെയിലിന് അല്ലെങ്കിൽ സിൽവർ ലൈനിന് ഏതെങ്കിലും തരത്തിൽ ഒരു ബദലല്ല. ഈ അഭിലാഷ്, ഇതിനകത്ത് ഇപ്പം നമ്മൾ മലേഷ്യയിൽ പോയിട്ടുണ്ടെങ്കിലും അഭിലാഷിന് അറിയാൻ പറ്റും അവിടെ എങ്ങനെയാണ് റെയിൽവേ ലൈനുകളും അതിൻ്റെ മേളിൽ കൂടെ മെട്രോ ലൈനുകളും മറ്റ് ലൈനുകളും LRT എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സർവീസസ് ഉണ്ട്. ഇതെല്ലാം എക്സിസ്റ്റിംഗ് റെയിൽവേ പാത അവിടെ ഓടുന്നുണ്ട്. ഇതിന് സമാന്തരമായിട്ടൊന്നും അല്ല മറ്റ് പാതകളൊന്നും ഓടുന്നത്. ഈ ഹൈസ്പീഡ് ട്രെയിൻ നെറ്റ്വർക്കെല്ലാം വല്ലാത്ത സർവീസുകളിലായിട്ടാണ് ഓടുന്നത്. പല വിദേശ രാജ്യങ്ങളിലും, ഇപ്പോൾ ജപ്പാനിലടക്കം. ഞാൻ മലേഷ്യ പറഞ്ഞത് തൊട്ടടുത്തായതുകൊണ്ടും ഒരു വികസിത രാജ്യമായതുകൊണ്ടാണ് ജപ്പാനിലോട്ടൊന്നും പോകാഞ്ഞത്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് റെയിൽവേ ഹൈസ്പീഡ് റെയിൽവേയുടെ കൂടെ തന്നെ ഇത്തരം സമാന്തര പാതയെന്ന് ഞാൻ പറയുന്നില്ല, ഇത്തരം സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന്. അത് 3-4 ലോക രാജ്യങ്ങളിലൊക്കെ കാണാവുന്ന കാഴ്ചയാണ് ഈ സംഭവം. അല്ലാതെ ഇതുമായിട്ട് ചേർന്നിട്ട് ഈ പാത വികസിപ്പിച്ചിട്ട് ഇതിന് സമാന്തരമായ ഒരു പാത ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് റെയിൽവേ ലൈനിങ് വികസിച്ചാൽ പോരെ. റെയിൽവേ വികസനം, ഇത്രയധികം റെയിൽവേ ട്രാക്കുകളുണ്ട്, അല്ല ട്രാവലേഴ്സ് ഉണ്ട്, ഇത്രയധികം ഡെൻസിറ്റി ഉണ്ട്, ഇത്രയധികം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ റെയിൽവേക്ക് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ആസൂത്രണം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന കാര്യമില്ലല്ലോ. റെയിൽവേ അങ്ങനെ വികസിപ്പിക്കുന്നില്ല. റെയിൽവേ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ റെയിൽവേയുടെ സ്ഥലം വിട്ടുകൊടുക്കില്ല. പക്ഷേ റെയിൽവേ ചില കണ്ടീഷൻസ് വെക്കുന്നു. അവർക്ക് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് ചില നിർദ്ദേശങ്ങളൊക്കെ, അതിനകത്ത് നല്ല നിർദ്ദേശങ്ങളുണ്ട്, ചീത്ത നിർദ്ദേശങ്ങളുണ്ട്. നല്ല നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേയുടെ
കണ്ടീഷൻസ് അനുസരിച്ചുള്ള പാലങ്ങളും ബ്രിഡ്ജസൊക്കെ പണിയണമെന്ന് പറയുന്നത് വളരെ നല്ല കണ്ടീഷൻ തന്നെയാണ്. ആ സ്റ്റാൻഡേർഡിൽ തന്നെ പണിയണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് റെയിൽവേ ലൈൻസുമായിട്ട് കണക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞത് അതിനകത്ത് നിന്ന് ഇറങ്ങിയ ആളുകൾക്ക് റെയിൽവേ ലൈനിൽ പോകാനുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ്. ഇത് രണ്ടും നല്ലതാണ്. അല്ലാതെ ഇതിന് സമാന്തര പാതയായിട്ടാണ് അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ഒരു ചിന്ത റെയിൽവേക്കില്ല. ഇനി ഇവിടുത്തെ BJP-കാർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ BJP-കാർ അങ്ങനെ ഒരു കാര്യം ധാരണ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഏത് വികസനം വന്നാലും എതിർപ്പുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് ഏത് വികസനം വന്നാലും നമ്മൾ വികസനത്തിന്റെ പരിപ്രേക്ഷ്യം എടുത്ത് പരിശോധിച്ചാൽ, പക്ഷേ സിൽവർ ലൈനിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ആദ്യമേ തന്നെ കല്ലുകൾ ഇടുകയും ജനങ്ങളെയാണ് ആദ്യം പൊളിറ്റിക്കൽ സൈക്കോളജി അനുസരിച്ച് ആദ്യമേ ജനങ്ങളെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്. അത് കുറച്ച് ധൃതിയിലായിപ്പോയി. അപ്പോഴത്തേക്കും അത് പ്രതിപക്ഷം നല്ല രീതിയിൽ അതിനെ മുതലെടുത്തു. ഈ കല്ലുകൾ പിഴുന്നതും മറ്റ് സമരങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി. ഇതിന് ഏരിയ സർവേ അല്ലെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ കല്ലൊന്നും ഇടാതെ തന്നെ സർവേ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളൊന്ന് അതൊന്നും അവലംബിക്കാതെ പെട്ടെന്ന് ധൃതി പിടിച്ച് കല്ലിടുകയും ഒക്കെ ചെയ്തതാണ് ഇത് ഇത്രയും ഒരു തർക്കവും പ്രശ്നങ്ങളിലൊക്കെ പോയത്. വീടിന്റെ നടുക്കൂടൊക്കെ കല്ലുകൾ പോകുന്നു. വീട് രണ്ടായപ്പോൾ ഇപ്പോൾ നമ്മൾ ദേശീയപാത വികസിപ്പിച്ചത് തന്നെ അവരെ പാക്കേജസ് പ്രഖ്യാപിക്കുന്നതിനകത്ത് കൃത്യമായി നടപ്പിലാക്കും അല്ലെങ്കിൽ നൽകുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം ദേശീയപാത വികസനം അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഗെയിൽ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. വയൽക്കിളികൾ സമരം ചെയ്തു, എന്താ എവിടെ ചെന്ന് അവസാനിച്ചു? പക്ഷെ അത് കൃത്യമായിട്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പ്രവൃത്തിയും കേരളത്തിലെന്നല്ല ഒരു സ്ഥലത്തും നടക്കില്ല. നമ്മൾ ബുൾഡോസർ രാജൊന്നും എവിടെയും നടപ്പിലാക്കാൻ പറ്റില്ല. ഇന്ത്യയെ പോലെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയി. ആ പരാജയം സമ്മതിച്ചാണ് എന്തായാലും ഈ സർവേ പോലെയുള്ള നടപടികളിൽ നിന്ന് പിൻവാങ്ങിയത്. വലിയ അബദ്ധമായിരുന്നു എന്ന് ഇപ്പോൾ ഒരുപക്ഷെ സർക്കാർ ആലോചിക്കുന്നുണ്ടാവും. കൂടുതൽ അബദ്ധങ്ങൾ ചെയ്യാതിരിക്കട്ടെ എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാൻ കഴിയൂ. CS രാജീവൻ, ഇതിലിപ്പോൾ കാണുന്നത് സമരസമിതി കാണുന്നത് എന്താണ്? ഒന്ന്, ഈ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. സാമ്പത്തികമായ പ്രത്യാഘാതങ്ങളുണ്ട്, പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങളുണ്ട്, മാനുഷികമായ പ്രത്യാഘാതങ്ങളുണ്ട്. മാനുഷികമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകളെ കുടിയിറക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് നിലവിലുള്ള റെയിൽവേ ലൈനുമായി സിങ്ക് ആവുന്ന വിധത്തിൽ, നിലവിലെ റെയിൽ കണക്ടിവിറ്റിയുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു പുതിയ പാത ഉണ്ടാവുകയും DPR അതനുസരിച്ച് മാറുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഇത് ഈ ഇടതുപക്ഷം 2016 അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലത്ത് 3ഉം 4ഉം പാതകൾ അതിവേഗ പാതകളായി പണിയാൻ പരിശ്രമിക്കുമെന്നാണ് 2016 പ്രകടന പത്രിക. അതിനുശേഷമാണ് ഇവർ വയഡക്റ്റ് വഴി മുകളിലൂടെ സിൽവർ ലൈൻ എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നത്. മൊത്തം തൂണിന് മുകളിലൂടെ. അത് നിങ്ങൾക്ക് ചാനലുകാർക്കൊക്കെ അറിയാതെ അതിൻ്റെ മോഡൽ കാണിച്ചിരുന്നതാണ്. പിന്നീടാണ് ജപ്പാനിലേക്ക് പോകുന്നതും ഈ സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവരുന്നതും. അതിൽ 530-ൽ 293 എംബാങ്ക്മെൻ്റ് അതെല്ലാം ചർച്ച ചെയ്തതാണ് ഒരുപാട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവരികയും അതിൽ തന്നെ 198 കിലോമീറ്റർ ദൂരം ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലം അലൈൻമെൻറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത് ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, ഞങ്ങളോട് ആലോചിക്കാതെയാണ് ഈ 198 കിലോമീറ്റർ ദൂരം അലൈൻമെൻറ്റിൽ പെടുത്തിയത്. അപ്പോൾ അതിൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഇത് ജോയിൻറ്റ് വെഞ്ചറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 വർഷം മുമ്പ് പരിഗണനയിൽ വന്ന ഈ പദ്ധതിയുടെ അലൈൻമെൻറ്റിൽ 198 കിലോമീറ്റർ ദൂരം ഉൾപ്പെടുത്തിയത് കേന്ദ്രവുമായി ആലോചിക്കാതെ റെയിൽവേയുടെ അനുമതി ഇല്ലാതെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദുരൂഹതയില്ലേ? അതുപോലെ തന്നെ ഗേജ് മാറ്റം വേണമെങ്കിൽ അത് റെയിൽവേ ബോർഡ് തീരുമാനിക്കണം. റെയിൽവേ ബോർഡ് ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനൊരു അജണ്ട വന്നിട്ടില്ല ഗേജ് മാറ്റത്തിൻ്റെ. അപ്പോൾ ഇതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? ഇതിനകത്ത് ആകെപ്പാട് ദുരൂഹതയാണ്. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നൊരു സംഗതിയുണ്ട്, ഈ DPR മൊത്തത്തിൽ തട്ടിക്കൂട്ടിയതാണ്. ഇതിൻ്റെ സാമ്പത്തിക സംഗതികളും യാത്രക്കാരുടെ എണ്ണവും വരുമാനവും എല്ലാം തട്ടിക്കൂട്ടിയ ഒരു DPR ആണ്. അതുകൊണ്ടാണ് ഇത് തള്ളിക്കളയണമെന്ന് പറയും. അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയും പറയുന്നത്. ഇതിന് പോരായ്മകളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കണം. അതൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ സിൽവർ ലൈനിൻ്റെ DPRൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലത്ത് 3ഉം 4ഉം പാതകൾ പണിയണം. അതിനെവിടെങ്കിലും സ്ഥലം എടുക്കേണ്ടി വരികയാണെങ്കിൽ അത് നാട്ടുകാർ വിട്ടുകൊടുക്കും.
കൊല്ലം പോലെയുള്ള വളവുകളുള്ളിടത്ത് മെട്രോയുടെ പോലെ മുകളിൽ കൂടെ ഇത് കടത്തിവിടാൻ പറ്റും. ഇങ്ങനെ വളഞ്ഞു പോകാതെ മെട്രോയുടെ സ്റ്റേഷൻ പോലെ മുകളിൽ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അങ്ങനെ 3-4 അതിവേഗ പാതകൾ ഉണ്ടാക്കി വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ളതിൻ്റെ സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ യാത്രാ ദുരിതങ്ങൾ പരിഹരിക്കാൻ കഴിയും. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഇവർ പറയുന്ന സിൽവർ ലൈനിൻ്റെ ചാർജ് ഇപ്പം നമുക്കറിയാം. നമ്മൾ ഡെയിലി ഡേ എക്സ്പ്രസ്സിലൊക്കെ 200 രൂപ കൊടുത്താൽ തിരുവനന്തപുരം കാസർഗോഡ് യാത്ര ചെയ്യാൻ പറ്റും. ഇത് 2800 രൂപ കൊടുക്കണം ഒരു വഴിക്ക് യാത്ര ചെയ്യാൻ. ഈ ഡേ എക്സ്പ്രസ് ഇതും ചേർക്കാറിൽ 2800 രൂപ കൊടുക്കണം. എങ്ങനെ സാധാരണക്കാരന് 10 സ്റ്റേഷനേ ഉള്ളൂ. 10 സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവർ പറയുന്ന ഈ 79,900 പേര് ഈ വണ്ടിയിൽ കയറും? ഇന്ന് കേരളത്തിൽ 8 ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഫുൾ ഒക്യുപ്പൻസിയിലാണ് എല്ലാ ദിവസവും യാത്ര പോകുന്നത്. അവിടുത്തെ ഈ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 2300 രൂപ കൊടുക്കണം. ഈ പറഞ്ഞ ഇതേ ഡിസ്റ്റൻസിൽ പിന്നെ 1200, 1300 രൂപയും ഒരാൾ പോലും കയറാതിരിക്കുന്നില്ലല്ലോ. അപ്പൊ കേരളത്തിലെ ആവശ്യക്കാരുണ്ട്. പക്ഷെ പ്രശ്നം ഈ പറഞ്ഞ പാരിസ്ഥിതികവും ധനപരവുമായ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളില്ലാത്തതൊരു പ്രശ്നമാവും തോന്നുന്നില്ല. ആളുണ്ട് കേരളത്തിൽ. ഇല്ല, അത് എത്രത്തോളം ഉണ്ട്? 2 വണ്ടിയാണ് ഓടുന്നത്. വെറും 2 വണ്ടിയാണ് ഓടുന്നത്. ഒരു 2 വണ്ടി കൂടി ഇട്ട് വന്ദേ ഭാരത് ഇട്ട് നോക്കൂ, ഈ തള്ളങ്ങ് തീരും. കാരണം ആ 2 വണ്ടിയിൽ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 8 വണ്ടികളാണ് ഇപ്പോൾ കാസർഗോഡ് തിരുവനന്തപുരം ഡയറക്റ്റ് ഓടുന്ന വണ്ടികൾ, വന്ദേ ഭാരത് ഉൾപ്പെടെ. അല്ലെങ്കിൽ 6 ഉള്ളൂ. മൊത്തം 25 വണ്ടികളാണ് കാസർഗോഡ് തിരുവനന്തപുരം ഈ വീക്കിലി എക്സ്പ്രസ് ഉൾപ്പെടെ. ഈ വണ്ടി ഓർത്തോണം, 20 മിനിറ്റ് ഇടപെട്ടെന്ന് പറയുമ്പോൾ 35ഓളം വണ്ടി ഒരു ദിവസം ഒരു വഴിക്ക് ഓടുമെന്നാണ് പറയുന്നത്. ഇത്രയും തുക കൊടുത്ത് അത്രയും പേര് സഞ്ചരിക്കാൻ ഉണ്ടാകുമെന്ന് പറയുന്നത്. മൊത്തം 80,000 പേര് ഒരു ദിവസം നിലവിലുള്ള വണ്ടികളിൽ യാത്ര ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് ഒരു എന്താ പൊട്ടക്കണക്കല്ലേ? വന്ദേ ഭാരതിൽ തിരക്കാണ്, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഒരു 2 വണ്ടി ഇപ്പം അത് എത്ര കോച്ചുണ്ട്? 20 കോച്ചുള്ള 2 വണ്ടി ഇപ്പോൾ ഇതിന് പകരം വന്നു കഴിഞ്ഞാൽ, അതോടൊപ്പം 2 വണ്ടി കൂടെ ഓടിക്കഴിഞ്ഞാൽ ഈ ബഹളം അങ്ങ് തീരും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രാ ദുരിതം പരിഹരിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? റെയിൽവേ ചെയ്യേണ്ടുന്നത് നിലവിലുള്ള സംവിധാനം പരിഷ്കരിക്കണം. വളരെ വളരെ പ്രസക്തമാണ്. പക്ഷേ ശബരിനാഥൻ ഇവിടെ സൂചിപ്പിച്ച ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. ഏത്? 3-4 ലൈനുകൾ വരിക, അതിവേഗ റെയിൽ അതുവഴി, അതിവേഗ ട്രെയിൻ അതുവഴി. അതിപ്പോൾ ഇനിയിപ്പോൾ 200 കിലോമീറ്റർ വേഗമില്ല, 160 കിലോമീറ്റർ വേഗമുള്ള സ്റ്റാൻഡേർഡ് ഗേജ് വഴി ഓടാൻ പറ്റുന്ന ട്രെയിൻ ആയാലും മതി. പക്ഷെ അത് ആര് തീരുമാനിക്കണം? 3-4 പാത പണിയണം എന്ന് ആര് തീരുമാനിക്കണം? അതുവഴി ട്രെയിൻ ഓടിക്കണം എന്ന് ആര് തീരുമാനിക്കണം? സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ പറ്റുമോ? അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തീരുമാനിക്കേണ്ടതാണ്. അതിപ്പോൾ തീരുമാനിച്ച് നമ്മൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ശബരി? അല്ല, അത് ആ പറഞ്ഞ പോയിന്റ് തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിഷയമാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഈ 3rd, 4th ലൈന് വേണ്ടിയുള്ള ഒരു ഫണ്ട് അലോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3rd, 4th ലൈൻ ആകുമ്പോൾ ഈ നിർദ്ദിഷ്ട പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവാടുന്നത് ലാൻഡ് ആക്വിസിഷനാണ്. 10,000 കുടുംബങ്ങളെ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. നമുക്കിപ്പോഴുള്ള ഈ റെയിൽവേസിൻ്റെ ബഫർ സ്ഥലത്താണെങ്കിൽ അവിടെ നിന്ന് മാറ്റേണ്ട ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പണ്ട് തൊട്ടേ കലിട്ട സ്ഥലങ്ങളാണ്. ചിലയിടെ താമസിക്കുന്ന ആളുകളെ മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ 10-1 ആളുകളെ മാത്രം അവിടെ മാറ്റിയാൽ മതി. അപ്പോൾ കേന്ദ്ര സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് പല റിപ്പോർട്ടിലും പല ഇൻ്റർവ്യൂവിലുമൊക്കെ കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് പണം തരുമെന്നാണ്. പക്ഷെ തരുന്നില്ല. അത് കേന്ദ്രം കേരളത്തിലുള്ള എല്ലാ പദ്ധതികളും തരാത്ത പോലെ ഇരിക്കുകയാണ്. പക്ഷെ അതിനുള്ള മറുപടി 1.5 ലക്ഷം കോടി രൂപ ചെലവാക്കി ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല, നെൽകർഷകർക്ക് ഇവിടെ പണം കൊടുക്കാൻ പണമില്ല, റോഡിലെ കുഴി, മാതൃഭൂമി തന്നെ എത്രയോ റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിലെയും സിറ്റിയിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും റോഡിലെ കുഴിയെക്കുറിച്ചുള്ള സമരം നടത്തി. ഇതൊന്നും ചെയ്യാൻ പണമില്ലാതെ നമ്മൾ 2021-22 കേരളയിൽ ചർച്ച ചെയ്യുന്നതിനേക്കാളും മോശപ്പെട്ട ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതി, അതിന് 50 വർഷം 60 വർഷം പറഞ്ഞാലും നടക്കുന്നതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കുറവാണ്. ഞാൻ ഒരു പ്രാക്ടിക്കാലിറ്റി വിഷയം കൂടെ പറഞ്ഞുതരാം. ഒരുപക്ഷെ ഡോക്ടർ ജയരാജൊക്കെ അതിനെ ഖണ്ഡിക്കാൻ നോക്കും. എന്തായാലും ഞാൻ പറയാം. ഇവിടെ ഒരു ഉദാഹരണം, തിരുവനന്തപുരം ഡെവലപ്മെൻറ്റ് പദ്ധതി എന്ന് പറഞ്ഞ് 2016-17 ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. അത് എന്ന് വെച്ചാൽ ഇന്ന് ഈ കാണുന്ന വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി 2016 മറ്റൊരു പേരിൽ ഇതേ സ്ഥലത്തുകൂടെ പോയിക്കൊണ്ടുള്ള ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. അത് 8 വർഷം കഴിഞ്ഞിട്ടും അതിന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔട്ടർ റിംഗ് റോഡെന്ന് പേരിട്ട് ഈ 2000-3000 കോടി അനുവദിച്ചു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 7-8 വർഷമായി ആ പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല.
ആ പദ്ധതിയുടെ തുടക്കം ഇപ്പോഴാണ്, കല്ലുപോലും വിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ എപ്പോഴെങ്കിലും തുടങ്ങുന്നുള്ള വിശ്വാസത്തിരിക്കുകയാണ്. അപ്പോൾ 2000-3000 കോടി രൂപയുടെ റോഡ് പ്രോജക്റ്റ് 8 വർഷമായിട്ട് ഗ്രീൻഫീൽഡ് പദ്ധതി തുടങ്ങിയതാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ഒരു 60 ഇരട്ടി ഉള്ളൊരു പദ്ധതി നടപ്പിലാക്കാൻ എത്രയോ വർഷങ്ങളുണ്ടാകും. അപ്പോൾ ഇനി ജയരാജശ്രീ NHന്റെ കാര്യം പറയുകയാണെങ്കിൽ NH വ്യത്യസ്തതയുണ്ട്. കാരണം സ്ഥലം പണ്ട് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. പണ്ട് ഏറ്റെടുത്തിരുന്ന സ്ഥലം NHൽ 2014 ഈ പറഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്ന ലാൻഡ് അക്വിസിഷൻ നിയമങ്ങളിൽ കൂടുതൽ പണം കൊടുക്കുവാനുള്ള തീരുമാനം, നല്ല വിലയൊക്കെ വന്നപ്പോൾ അതിൻ്റെ റൂൾസ് അനുസരിച്ച് 2016 മുതൽ ആളുകൾ കൂടുതൽ സ്ഥലം വിട്ടുകൊടുത്തു, സർക്കാരും ഒരു ഇഫേർട്ട് എടുത്തു. അപ്പോൾ NHന് ലാൻഡ് അക്വിസിഷൻ സ്ഥലം എടുത്തത് പിന്നെ നമ്മൾ പണം കൊടുത്തപ്പോൾ പെട്ടെന്ന് മാറാനുള്ള കാരണം അവിടെയുള്ള ആളുകൾക്ക് ഈ പദ്ധതി വരും, മാറണം എന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷെ അതിന് പാരലായി പുതിയതായി ഒരു ഗ്രീൻഫീൽഡ് പദ്ധതി ഈ പറയുന്ന 500 കിലോമീറ്റർ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിക്കൊണ്ട് മാറുമ്പോൾ അത് നടപ്പിലാക്കാൻ പ്രായോഗികമായിട്ടൊരു കാര്യമില്ല. അതിന് പകരം ഈ പറയുന്ന പാരലിന് എന്തുകൊണ്ട് സ്റ്റേറ്റ് ആ പദ്ധതി ചെയ്യണമെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് പോവുകയാണെങ്കിൽ അത് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാവും. ഇവിടെ മറ്റൊരു ഓപ്ഷൻ പറയുകയാണ്, കേന്ദ്ര സർക്കാർ നോക്കുമ്പോൾ സ്റ്റേറ്റ് ഇത്രയും പൈസ ചെലവാക്കാമെന്ന് പറയുന്നു. അതൊക്കെ പല ഒരു ഡീൽസ്, അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ സിൽവർ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞ് ജപ്പാനിൽ ഉപയോഗിച്ച ഒരു പഴയ സംവിധാനം കൊണ്ട് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ 3rd and 4th ലൈൻ റെയിൽവേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വന്ദേ ഭാരത് കൊടുത്ത് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുവാൻ, ഇവിടുത്തെ ചരക്ക് ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതിനോടൊപ്പം ഈ ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ടുപോകാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ശ്രീ രാജീവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഒരു 5-8 ഹൈസ്പീഡ് ട്രെയിനിൻ്റെ ഒരു അവസ്ഥ വന്നാൽ കേരളത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യത്തിന് പകരം 1.5 ലക്ഷം 2 കോടി 2 ലക്ഷം ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം അതാണ്. എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ കൂടാതെ ഏറ്റവും കുറഞ്ഞത് ഒരു പാതയെങ്കിലും വരിക. ആ പാത വഴി ഇപ്പോൾ 2 വന്ദേ ഭാരത് ഓടുന്നത് പോലെ ഒരു 4-5 വന്ദേ ഭാരത് ഓടുകയാണെങ്കിൽ തന്നെ നമ്മുടെ യാത്രാ ദുരിതം ഒരു പരിധി വരെയൊക്കെ മാറുന്നതാണ്. ഇനി യാത്ര കൂടുന്നതനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി കൂട്ടിയാൽ മതിയല്ലോ. പക്ഷേ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം. തീരുമാനിക്കുന്നത് റെയിൽവേ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ശ്രീ പത്മനാഭൻ, കൃത്യം 5 വർഷം മുൻപ് 2019 ഡിസംബറിൽ ഇതുപോലെ റെയിൽവേയും റെയിൽ കോർപ്പറേഷനും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സിന്റെ 3ാമത്തെ പോയിന്റ് ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: ദ അലൈൻമെന്റ് ഇൻ തിരൂർ കാസർഗോഡ് സെക്ഷൻ ഈസ് പ്രൊപ്പോസ്ഡ് പാരലൽ ടു ദ എക്സിസ്റ്റിംഗ് റെയിൽവേ അലൈൻമെന്റ്. എ പോർഷൻ ഓഫ് ദ റെയിൽവേ ലാൻഡ് വിൽ ബി യൂസ്ഡ് ബൈ ദ പ്രൊപ്പോസ്ഡ് അലൈൻമെന്റ് വിത്ത് എ ട്രാക്ക് സെന്റർ ഓഫ് 7.8 meters. It was confirmed by the MD KRDCL that the cost of railway land used for the purpose can be adjusted towards the railway's share of equity in the SPV. അതായത് 5 കൊല്ലം മുമ്പ് റെയിൽവേയും റെയിൽ കമ്പനിയും തമ്മിലൊരു SPV, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കാമെന്നും തിരൂർ മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേയുടെ സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും ആ പണത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പണം, അതിൻ്റെ മൂല്യം എന്നുള്ളത് റെയിൽവേയുടെ ഷെയറായിട്ട് ഈ SPVയിലെ റെയിൽവേയുടെ ഷെയറായി കണക്കാക്കുമെന്നൊക്കെ 5 കൊല്ലം മുമ്പ് തീരുമാനിച്ചതാണ്. ആര് തീരുമാനിച്ചതാണ്? റെയിൽവേ തീരുമാനിച്ചതാണ്. അന്ന് റെയിൽവേ പ്രപ്പോസ് ചെയ്തതാണ്. അതിനുശേഷം ഗോൾ പോസ്റ്റ് മാറ്റിയത് റെയിൽവേ ആണ്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പറയുന്നു. പണ്ട് 5 കൊല്ലം മുമ്പ് ഇതായിരുന്നു റെയിൽവേയുടെ സ്റ്റാൻഡ്. അല്ല, അതെന്താ അറിയോ, ഈ റെയിലിന് വേണ്ടി റെയിൽവേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആകെ ചെയ്തത് കുറേ ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. ചർച്ച നടക്കുന്നുണ്ട്. ഒരു റെയിൽവേയുടെ ഒരു സെൻറ്റ് ഭൂമി, ഒരു 1/2 സെൻറ്റ് ഭൂമി വിട്ടുകൊടുക്കണമെങ്കിൽ എവിടുന്ന് സമ്മതം കിട്ടണമെന്നറിയോ? അത് ഇവിടെ ഈ കാണുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അത് തീരുമാനിക്കാനുള്ള അധികാരമില്ല. ഇങ്ങനെ പ്രപ്പോസലൊക്കെ വന്നാൽ ഓക്കെ നോക്കാം, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഫയൽ അങ്ങ് പോയാൽ പിന്നെ ആ ഫയൽ എവിടെ പോയിട്ടാണ് അതിന് കൺസെൻറ്റ് കിട്ടേണ്ടതെന്ന് നമുക്കറിയാഞ്ഞത് കൊണ്ടാണ്. റെയിൽവേയുടെ ഒരു തുണ്ടി ഭൂമി പോലും, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. കോഴിക്കോട് ലിങ്ക് റോഡ് പോയി മുട്ടുന്നത് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള റോഡിലാണ്. അത് റെയിൽവേൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു 1-2 വർഷം കഴിഞ്ഞാൽ ആ റോഡ് നിൽക്കാൻ പോവുകയാണ്. അവിടെ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായി ആ റോഡ് റെയിൽവേ എടുക്കാൻ പോവുകയാണ്. അവിടെ ബിൽഡിങ്ങുകൾ വരാൻ പോവുകയാണ്. അതിൻ്റെ പൈലിങ്ങൊക്കെ പണി തുടങ്ങി. അതായത് നമ്മുടെ പുഷ്പ തിയേറ്റർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അത് അനിഹാൾ റോഡിലൂടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ ചുറ്റി 4ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ മുന്നിലൂടെ വന്ന് ഓവർബ്രിഡ്ജിൻ്റെ അവിടെ കയറേണ്ട അവസ്ഥയിലേക്ക് പോകും. അതായത് നേരത്തെ ഉപയോഗിക്കാൻ കൊടുത്ത ഭൂമി പോലും റെയിൽവേ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. രണ്ടാമത്തതിൻ്റെ ഒരു പ്രശ്നം സാമ്പത്തികമാണ്. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത 25 വർഷം അമൃത് കാലത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മൊത്തം നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത് 1 ലക്ഷം കോടി രൂപയാണ്. ഈ 1 ലക്ഷം കോടി രൂപയാണ് ആകെ ഇന്ത്യയിൽ നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എത്ര കേരളത്തിന് കിട്ടും?
പിന്നെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ നിങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കൂ, 300-400 കോടി രൂപയുടെ പണികൾ നടക്കുന്നു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കൂ, 300-400 കോടി രൂപയുടെ പണി നടക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഏതാണ്ട് 400 കോടി രൂപയുടെ പണി ആരംഭിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നു. ഈ കണ്ട 32 കേരളത്തിലെ 32 റെയിൽവേ സ്റ്റേഷനുകൾ എസ്കലേറ്ററും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വെച്ച് വിമാനത്താവളത്തിൻ്റെ മാതൃകയിൽ വികസിപ്പിക്കാൻ ഓരോ റെയിൽവേ സ്റ്റേഷനിലും 300-400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് റെയിൽവേ. 3ാമത്തെ ലൈനിന് വേണ്ടി റെയിൽവേ 10,000 കോടി രൂപ കേരളത്തിൽ നീക്കി വെച്ചിരിക്കുന്നു. 3ാമത്തെ ലൈന് തുടങ്ങാൻ പോവുകയാണ് റെയിൽവേ, സ്വയം തുടങ്ങാൻ പോവുകയാണ്. ഇത്രയും പണം റെയിൽവേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ആരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു നയാ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉറപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ചർച്ച നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, റെയിൽവേ ഇങ്ങോട്ട് പറഞ്ഞ പ്രോജക്റ്റാണ് ഇത്, ഒന്നാമത്തെ കാര്യം. 2, റെയിൽവേ ഇങ്ങോട്ട് സംബന്ധിച്ചതാണ് ഞങ്ങളുടെ ഭൂമി ഇതിനു വേണ്ടി ഉപയോഗിക്കാം, ആ ഉപയോഗിക്കുന്ന ഭൂമിയുടെ പണം ഞങ്ങളുടെ ഷെയറായി, ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലെ ഞങ്ങളുടെ ഷെയറായി കാണണം, ഇതൊരു സംയുക്ത സംരംഭമാണ്, ഇത് റെയിൽവേയുടെ പൊസിഷനാണ്. പിന്നെ ആരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ റെയിൽവേ ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. റെയിൽവേ ബോർഡ് അക്കാര്യം തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവർക്ക് DPR ഇതുവരെയും ബോധിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ റെയിൽവേ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണ് എന്ന ഒന്നാമത്തെ കാര്യം. 2, നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി സംസ്ഥാനത്തിന് അയച്ച കത്തുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ ഇതിന്റെ ഫിനാൻസിങ് എക്സ്പെഡിറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ 1 ലക്ഷം കോടിയാണ് ആകെ കേന്ദ്രം ചെലവഴിക്കുന്നത്, എവിടെ നിന്നാണ് ഈ പണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം വായ്പ എടുത്തിട്ടാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ റോഡ് പണിയുന്നത് വായ്പ എടുത്തിട്ടാണ്. കേരളത്തിൽ കേരളയിൽ പണിയണമെങ്കിലും വായ്പ എടുത്തേ പറ്റൂ, അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പണവുമില്ല, കേന്ദ്ര സർക്കാരിന്റെ പണവുമില്ല. വായ്പ എടുക്കാനുള്ള പ്രക്രിയ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് കേന്ദ്ര ധനമന്ത്രി തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഗോൾ പോസ്റ്റ് മാറ്റിയതെന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അല്ല, അത് 2 കാര്യം പറയാം. ഒന്ന്, ആദ്യം പറഞ്ഞ കാര്യം, റെയിൽവേ ഇങ്ങോട്ട് നോക്കൂ. റെയിൽവേയുടെ ഏറ്റവും അവസാനത്തെ റെയിൽവേയുടെ സംസാരം, അതായത് റെയിൽവേയുടെ ഭാഗം പത്രങ്ങളിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഈ നവംബറിൽ റിപ്പോർട്ട് ചെയ്തത് എന്താണ്? റെയിൽവേക്ക് ബോർഡ് ഗേജിനോടാണ് താല്പര്യം, അവർക്കും കൂടി ഉപകാരപ്രദമായ ഒരു സംവിധാനത്തിനോടാണ് താല്പര്യം. അങ്ങനെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കാം, അതാണ് റെയിൽവേയുടെ മനസ്സിലെ സങ്കല്പം. അതിനെ കൊണ്ടുപോയി സ്റ്റാൻഡേർഡ് ലൈനാക്കി നിങ്ങളെ ഭൂമി ഞങ്ങൾ എടുക്കും, എന്നിട്ട് ഞങ്ങൾ അതിലെ സ്റ്റാൻഡേർഡ് ഗേജിൽ വണ്ടി ഓട്ടും എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ? രണ്ടാമത്തെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതാണ് നിങ്ങൾ സാമ്പത്തികം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ എത്ര വായ്പ എടുക്കും അഭിലാഷ്? എത്രയാണ് ഇവർ വായ്പ എടുക്കാൻ പോകുന്നത്? എത്ര ശതമാനം? ഈ 1 ലക്ഷം കോടി രൂപയുടെ എത്ര ഇവർ വായ്പ എടുക്കും? ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ 90% വായ്പ, 3000 കോടി രൂപയാണത്രേ ആകെ നീക്കി വെക്കാൻ നിർദ്ദേശിച്ചത്. ഈ 1 ലക്ഷം കോടി രൂപയുടെ ഈ സംവിധാനത്തിന് 3000 കോടി രൂപ ബഡ്ജറ്റിൽ നീക്കി വെക്കാം എന്ന് എഴുതി പിടിപ്പിച്ചാൽ ഈ പൈസയൊക്കെ കടം വാങ്ങി ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? കാരണം ഇത് ഒരു എന്താ പറയുക, നല്ല സ്വപ്നമാണ്. പക്ഷേ ഇതിന് യാഥാർത്ഥ്യവുമായി വലിയൊരു ബന്ധമില്ല. അതുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇന്ന് പ്രത്യേകിച്ച് റെയിൽവേയുടെ ഈ കാര്യങ്ങൾ വായിച്ചപ്പോൾ ഒരു വിശ്വാസവും തോന്നുന്നില്ല. ശരി, അത് ശ്രീ ജയരാജ് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. ഇപ്പോൾ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കേരളം പോലൊരു സംസ്ഥാനം ഇത്രയധികം പണം നേരിട്ടല്ലെങ്കിൽ പോലും എങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ ജാപ്പനീസ് ധനകാര്യ ഏജൻസിയുടെ വായ്പ എന്നുള്ളതാണ് അതിന് മറുപടി എങ്കിൽ അതിനും ചരടുകളുണ്ട് എന്ന് മാത്രമല്ല, ഇത്രയധികം തുകയുടെ വായ്പ, ആ വായ്പയുടെ തിരിച്ചടവ്, ഇതൊക്കെ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല കോസ്റ്റ് എസ്കലേഷൻ ഉണ്ടാവുമല്ലോ. ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ തുക കൂടിക്കൂടി വരും. നമ്മൾ ആത്യന്തികമായി ഇപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു എലിവേറ്റഡ് റെയിൽ കോറിഡോറാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട തുക എന്ന് പറയുന്നത് അതിഭീമമായിരിക്കും. 2 ലക്ഷം കോടിയുടെ മുകളിലായിരിക്കും. അത്രയും വലിയ തുകയ്ക്ക് വായ്പ ഇനി കിട്ടിയാൽ തന്നെ അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷി സംസ്ഥാനത്തിനുണ്ടാവില്ല. യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും പ്രായോഗികമാകാത്ത ഒരു പദ്ധതി എന്ന തിരിച്ചറിവിൽ പ്രായോഗികമാകുന്നത് എന്ത് എന്നുള്ളതിലേക്ക് ആലോചന പോകണ്ടേ? അങ്ങനെ റെയിൽവേയെ കൊണ്ട് 3ാമത്തെ ലൈൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യിക്കുക, 3ാമത്തെ ലൈനിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുക, അങ്ങനെ ആ ലൈൻ വരുമ്പോൾ അതുവഴി ട്രെയിൻ ഓടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ? ഈ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഈ അതിവേഗ പാതയുടെ ഡിസൈൻ ഒന്നും റെയിൽവേയുടെ കയ്യിലില്ല. അതിവേഗ പാതയെക്കുറിച്ച് റെയിൽവേ അങ്ങനെ ഒരു കാര്യം കൺസിഡർ പോലും ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് DPR-നകത്ത് പറയുന്നത് അതിവേഗ പാതയുടെ ഡിസൈനിനെ കുറിച്ചാണ്. പിന്നെ പണം അതൊക്കെ എവിടെന്നെങ്കിലും വരും. കാര്യം എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വായ്പ എടുത്തേ പറ്റും. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഇപ്പം നമ്മൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയില്ലേ,
അതുപോലെ പല പദ്ധതികളും ഇപ്പം ADB ലോൺ റെഡിയാക്കിയില്ലേ, അതുപോലെ പല പദ്ധതികളിലൂടെ ലോൺ. കാര്യം എന്ന് വെച്ചാൽ ഇത് വരും ജനറേഷനോട് ചെയ്യുന്ന കൊടും പാതകമാണ്. ഈ പറയുന്ന പോലെ ഇത്രയാൾ എക്സ്പെർണൻഷ്യൽ ഗ്രോത്തിൽ നടക്കുന്ന ഒരു ഇത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കേരളത്തിൽ. അപ്പോൾ അത്രയധികം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലം. ഈ പറഞ്ഞ പോലെ ടൈം മീൻസ് മണി. കാര്യം ഇനിയുള്ള കാലത്ത് ഇപ്പം തന്നെ അങ്ങനെയാണ്, ടൈം മീൻസ് മണി എന്നുള്ളതാണ്. സമയം എന്ന് പറയുന്നത് പണമാണ്. ആ പണം വേണമെന്നുണ്ടെങ്കിൽ ആ പണം ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളൊന്നും പുറത്തു പോകാതിരിക്കാനും ഇവിടെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിഷൻ വേണം. ഒരു വിഷനില്ലാതെ സങ്കുചിതമായിട്ട് ഇത് ബ്രോഡ്വേ ആക്കി കഴിഞ്ഞാൽ അതിനകത്തൂടെ ചരക്ക് വണ്ടിയും കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ 120 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണോ കേരളം വിഭാവനം ചെയ്യേണ്ടുന്നത്? അങ്ങനെയാണോ ഒരു 5 വർഷം കഴിഞ്ഞാൽ കേരളം ഇരിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ കേരളം ഇരിക്കേണ്ടുന്നത്? ഇവർ ചെയ്യുന്ന ചതി എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവർ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു പദ്ധതി വരുമ്പോൾ അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഞുണുക്ക്. ആർക്കാണ് ഇത്ര വേഗതയിൽ പോകേണ്ടതെന്നാണ് ഒരു കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ചോദിച്ചത്. ആർക്കാണ് ഇത്രയധികം വേഗത്തിൽ ഇവിടെ പോകേണ്ടത്? കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, റോഡിൽ 5 ജീവനുകൾ, ഇന്നൊരു കുട്ടിയും കൂടെ പൊലിഞ്ഞു. ഇതെല്ലാം നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത്രയധികം ആക്സിഡൻറ്റുകൾ നടക്കുന്നതെന്ന് വെച്ചാൽ അത്രയധികം വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു പോയിരിക്കുന്നു വാഹനങ്ങൾ കാരണം. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം സമാന്തര മാർഗങ്ങൾ പരീക്ഷിച്ചേ പറ്റൂ. ഇൻലാൻഡ് വാട്ടർവേസ്, പത്മനാഭൻ സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇൻലാൻഡ് വാട്ടർവേസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, സീ പ്ലെയിനുകൾ വരണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കേരളം പോലുള്ള പോപ്പുലേഷൻ ആയിട്ടുള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂ. അതല്ലാതെ ഈ ബ്രോഡ് ഗേ എന്നുള്ളൊരു ഐഡിയ തന്നെ ഇതിന് തെറ്റാണ്. പിന്നെ ഈ DPRന്റെ 13ാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ എൻവയറൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒക്കെ പറയുന്നുണ്ട്. എൻവയറൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ കുറിച്ച് വളരെ സജീവമായ പഠനം നടത്തിയിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് പൂർണ്ണമായി തോന്നുന്നില്ല, അപൂർണമാണ്, അതിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണല്ലോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നിലപാട്. അപൂർണമായിരിക്കാം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ DPR എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണെന്ന് അവകാശപ്പെടാം. പക്ഷെ ആരാണ് ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കേണ്ടത്? ഈ പദ്ധതി നടപ്പാകണമെങ്കിൽ ഇതിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ആവശ്യമുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട്. എന്നിരിക്കെ DPR അപൂർണമാണ്, ഈ DPR പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞാൽ പിന്നെ വേറെ അത് പൊളിച്ചു പണിയുക അല്ലാതെ വഴിയില്ല. തീർച്ചയായിട്ടും ആരും ഇവിടെ കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല. ഇതൊരു ഡയലോഗ്സ് തമ്മിൽ വെച്ചിട്ടേ നടക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഓൾ ഓർ നൺ എന്ന് പറഞ്ഞിട്ട് ഒരു തിയറിയൊന്നും അവതരിപ്പിക്കുകയൊന്നുമല്ല. ഇതേ ഉള്ളൂ മാർഗം എന്ന് മാത്രം ആരും പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞത് കണക്കോലെ സമാന്തര പാത ഉണ്ടാക്കി 120 കിലോമീറ്റർ വേഗത ഉണ്ടാക്കുവാണെങ്കിൽ കേരളത്തിന്റെ ചെലവിൽ റെയിൽവേക്ക് ഒരു 2-3 പാതയും കൂടെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ്. അതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നെങ്കിൽ. യെസ്, അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. അതായത് ഈ പറഞ്ഞ റെയിൽ കണക്ടിവിറ്റിയുമായി ലിങ്ക് ചെയ്ത ചരക്ക് തീവണ്ടികൾ അടക്കം കടന്നു പോകുന്ന ഒരു പാതയാണ് വരുന്നത് എങ്കിൽ ഇപ്പോൾ കേരളം അത് പണിത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. റെയിൽവേക്ക് ഒരു 3ാം ലൈൻ പണിതാൽ മതിയല്ലോ. കേരളത്തിന്റെ ചെലവിൽ 3ാം ലൈൻ പണിയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചത് ഈ സാധനമാണ്. ഇതാണ് ഞാൻ ആദ്യം ഉന്നയിച്ച പോയിന്റ്. കറക്റ്റാണത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ S. രാജീവൻ, നോക്കൂ, നമുക്കറിയാം കേരളയിലിന്റെ ഭാഗമായി സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി സർവേ നടത്തുന്നു, കല്ലിടുന്നു, ജനങ്ങൾക്ക് വലിയ ഭയാശങ്കകൾ ഉണ്ടാകുന്നു. ആ സമയത്താണ് വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയർന്നിട്ടുള്ളത്. പിന്നീട് ഈ സർവേ നിലച്ചതോടുകൂടി, കല്ലിടൽ നിർത്തിയതോടുകൂടി ആ സമരവും അവസാനിച്ചു. ഇപ്പോഴത്തെ ഈ ചർച്ചകൾ വഴി ഈ പദ്ധതി വീണ്ടും ജീവൻ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമരം വീണ്ടും ഉണ്ടാകുമോ? ഇല്ല, സമരം ഞങ്ങൾ അവസാനിപ്പിച്ചിരുന്നില്ല. ഞങ്ങൾ സമരസമിതി ശക്തമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. ഞങ്ങൾക്കറിയാം ഇതും കൊണ്ട് എപ്പോഴെങ്കിലും പൊങ്ങി വരുമെന്ന്. അതുകൊണ്ട് സമരസമിതി യൂണിറ്റുകളെല്ലാം സജീവമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ ചർച്ചയ്ക്കെതിരെ ഒരു പ്രകടനം എറണാകുളത്ത് നടത്താൻ തീരുമാനിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചാനലുകളിൽ കണ്ടതാണ് ജനങ്ങൾ അണിനിരുന്നത്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പോലും എടുത്തില്ല ആളുകൾ വന്നു. എറണാകുളം പ്രദേശത്ത് നിന്ന് മാത്രം വന്ന ആളുകൾ നടത്തിയ പരിപാടിയാണ് ഇത്. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കാട്ടിലപ്പീടികയിലും മാടപ്പള്ളിയിലും എല്ലാം ഇന്ന് സമാനമായ അതേ സമയത്ത് പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. സമരസമിതി 300-ലേറെ സമര യൂണിറ്റുകളുമായി ശക്തമായി നിലകൊള്ളുകയാണ്. ഈ പദ്ധതിയും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. അത് നേരത്തെ നടന്ന പോലെ ചെറുത്തുനിൽപ്പാവില്ല. എന്ത് വില കൊടുത്തും ഇതിനെ ചെറുക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് പാരിസ്ഥിതികമായി കേരളത്തെ അങ്ങേയറ്റം ദുരന്തത്തിലേക്ക് നയിക്കും. കേരളം ഇപ്പോൾ സിംഗപ്പൂരിൻ്റെയും ജപ്പാൻ്റെയൊക്കെ കാര്യം പറയുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായൊരു ഭൂപ്രദേശമല്ലേ കേരളം? ഇത്രയും ചെറിയ ഒരു സംസ്ഥാനത്ത് 65 കിലോമീറ്റർ ശരാശരി വീതി മാത്രമുള്ളൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നെടുകെ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ
ഭീകരമായ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നാഷണൽ ഹൈവേയുടെ പണി തന്നെ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ അത് സഹിക്കുകയാണ്. കാരണം റോഡ് വരണമല്ലോ എന്നുള്ളത് കരുതി. ഇത് പണി തീർന്നു കഴിയുമ്പോൾ അറിയാം എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് പാരിസ്ഥിതികമായി ഇതൊരു വലിയ ദുരന്തമാണ് എന്നുള്ളതിനെ ഒരുപാട് ചർച്ച ചെയ്താണ്. സാമ്പത്തികമായോ, ഇപ്പം സാമ്പത്തികം എവിടെന്നെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നു. സർക്കാർ ആശുപത്രികളിലെല്ലാം ഇന്നിപ്പോൾ കാശ് കൊടുക്കണം ചികിത്സയ്ക്ക്. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജ് 1,60,000 രൂപ കെട്ടിവെച്ചിട്ടാണ് ഒരു ആൻജിയോപ്ലാസ്റ്റിൻ ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തലയ്ക്കൊരു അസുഖമായിട്ട് മറ്റൊരു സുഹൃത്തിൻ്റെ വൈഫിനെ കൊണ്ടുപോയത്. അവരെന്നെ വിളിച്ചു. 5 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണ് അവർക്ക് ഓപ്പറേഷൻ നടത്തിയത്. പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് 72,000 രൂപ അവിടെ ചാർജ് ചെയ്തു. ഇത് പാവപ്പെട്ട ആളുകൾ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരായ ആളുകളിൽ നിന്ന് വാങ്ങുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ വലിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങുന്നതല്ല. അതാണ് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഈ കടമെല്ലാം ആരാണ് വീട്ടേണ്ടുന്നത്? ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരില്ലായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ആര് താങ്ങും? ഇത് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 10 ഇരട്ടിയിലേറെ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യേണ്ടുന്നൊരു സംവിധാനം 200 റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിലുണ്ട്. 10 സ്റ്റേഷനുകളിലാണ് നിർത്തുന്നത്. ഇപ്പം മലബാർ ഓടിക്കൊണ്ടിരിക്കുന്നത് 48 സ്റ്റേഷനുകൾ നിർത്തിയിട്ടാണ്. അതെല്ലാം ആളുകൾ എല്ലാ സ്റ്റേഷനിൽ നിന്നും കയറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യകതയുണ്ട്, അതിനനുസരിച്ചുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ എന്തെല്ലാം പാരലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതെല്ലാത്തിനും പരിഹാരം സിൽവർ ലൈനാണെന്ന് പറഞ്ഞു വരുമ്പോൾ അതെങ്ങനെയാണ് പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഈ പരിസ്ഥിതി ആഘാത പഠനം പുറത്തുവിടാത്തത്? DPR പുറത്തുവിടാതിരുന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചെന്നൈ NGT തള്ളിക്കളഞ്ഞ ഒരു റിപ്പോർട്ടിൻ്റെ സാഹചര്യത്തിൽ വീണ്ടും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് സർക്കാരിന്. എന്താ അത് പുറത്തുവിടാത്തത്? ഞങ്ങൾ വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ട് തരുന്നില്ല. കാര്യം എന്താണ്? പഴയ DPRനകത്തും പഴയ പരിസ്ഥിതി പഠന റിപ്പോർട്ടിലും ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടിലും എല്ലാം ഇത് കേരളത്തിന് നിരക്കുന്നതല്ല എന്നുള്ള വസ്തുത മൂടിവെക്കാനാണ്. എന്തിനാ? 100 പേജുള്ള ഒരു പുസ്തകം ഇപ്പോൾ പരിഷത്ത് ഇറക്കിയിട്ടുണ്ട്. 600 പേജുള്ള ഒരു പഠന റിപ്പോർട്ടാണ് അവർ ചുരുക്കി ആളുകളുടെ ഇടയിൽ കൂടുതൽ എത്തിക്കാൻ വേണ്ടി 100 രൂപയ്ക്ക് അവർ വിറ്റുകൊണ്ടിരിക്കുക. അതൊന്ന് വാങ്ങി ഈ കേരളത്തിലെ ഭരണക്കാരൊന്ന് വായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ 1000 പേരെ അണിനിരത്തിക്കൊണ്ട് 107 സെഗ്മെന്റുകളായിട്ട് 530 കിലോമീറ്ററിൽ കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിരുന്ന 25,000 വീടുകളെന്നാണ്. അവർ പറയുന്ന 55,000 വീടുകളെ ഇത് ബാധിക്കുമെന്നാണ്. ഇതിൻ്റെ പ്രകമ്പനം ഒഴിവാക്കാനാണ്, ഭൂമിയിൽ താഴെ കൂടെ പോയാൽ ഒഴിവാക്കാനാണ് 293 കിലോമീറ്റർ ഒരു വയഡക്റ്റ് എംബാങ്ക്മെൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പരിഷത്ത് വെറുതെ പറയുകയല്ല, അവർ പഠിച്ചിട്ടാണ് പറയുന്നത്. അവർ രേഖാമൂലം ഇറക്കിയിട്ടുണ്ട്. അതൊന്ന് ഇവർക്ക് വായിച്ചുകൂടെ? അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തുകൂടെ? അവരെ കൺവിൻസ് ചെയ്യിക്കുക. എന്നിട്ട് ഇവിടെ ജനങ്ങളോട് അവർ ചർച്ച ചെയ്യൂ. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഈ സമരസമിതിയുടെ കേരളയിൽ സമരസമിതിയുടെ കാലത്ത്, സമരത്തിന്റെ കാലത്ത് നമ്മൾ സജീവമായി ചർച്ച ചെയ്തതാണ് പാരിസ്ഥിതികവും സാമ്പത്തികവും അതുപോലെ തന്നെ ജനങ്ങളെ ബാധിക്കുന്നതുമായ പ്രശ്നങ്ങൾ. ശ്രീ ശബരിനാഥൻ നോക്കൂ, ഇപ്പോൾ വിവിധ സർക്കാരുകളുടെ കാലത്ത്, ആന്റണി സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് ഒരു എക്സ്പ്രസ് ഹൈവേ പ്രപ്പോസ് ചെയ്തത്. വലിയ ശക്തമായ എതിർപ്പും വിമർശനവും വന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. അതിനുശേഷം നമ്മളിതാ ഇപ്പോൾ ഈ കാലഘട്ടത്തിലും അത് കഴിഞ്ഞ് 25 കൊല്ലമാവുന്ന ഈ സമയത്തും നമ്മൾ ആ റോഡ് പണി കഴിയാതെ ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാണിച്ചു അപകടം ഉണ്ടാകുന്നതിനെ കുറിച്ച്. ഇപ്പോഴും റോഡ് പലയിടത്തും പൊളിച്ചിട്ടിരിക്കുകയാണ്, ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്. അത് ഇതുവരെയും റോഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ യാതൊരു മുന്നോട്ട് പോക്കും കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് ഉണ്ടായിട്ടില്ല. ഈ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ, അതിവേഗ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ ഹൈസ്പീഡ് റെയിൽവേ പ്രപ്പോസ് ചെയ്യുന്നു, പഠനം നടത്തുന്നു, നടപ്പാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നു. LDF സർക്കാരിൻ്റെ കാലത്തും ഇതേ കാര്യം മുന്നോട്ട് വയ്ക്കുന്നു, നടപ്പാവുന്നില്ല. ഒരു പക്ഷേ അവരും പിന്മാറുമായിരിക്കും. വർഷങ്ങൾ ഇനിയും കടന്നു പോകും. അപ്പോൾ ഈ കണക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യം, പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്ന മനുഷ്യന്റെ അവകാശം എന്നുള്ള വിഷയത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ചർച്ചകളിലേക്ക് മാത്രമായി ഒതുങ്ങും എന്നുള്ളതാണല്ലോ അവസ്ഥ. അതെ അഭിലാഷ്, തീർച്ചയായിട്ടും ഇവിടെ കൂടുതൽ കണക്ടിവിറ്റി വേണം എന്നുള്ളത് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇത് 2002-ൽ AK ആന്റണി സാറിൻ്റെ സമയത്തുള്ള എക്സ്പ്രസ് വേക്ക് CPM ഉന്നയിച്ച ഗോപാലേട്ടൻ്റെ പശു എന്നുള്ളത് പോലത്തെ ഒരു ഇമോഷണലായിട്ടുള്ള കാര്യമല്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 1-ാം ദിവസം മുതൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിലുള്ള എതിർപ്പ് പറയുന്നത്. ആ എതിർപ്പുകൾ നിങ്ങൾ തൂലീകരിക്കൂ. ആ എതിർപ്പുള്ള വിഷയങ്ങൾ, ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിൽ, സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ, ഈ പറഞ്ഞ ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി തരൂ. അതിൽ നിങ്ങൾ തൂലീകരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യാം. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള കണക്ടിവിറ്റി ആവശ്യമുണ്ട്. അത്
അത് റോഡ് കണക്ടിവിറ്റി ആണെങ്കിൽ റോഡ് കണക്ടിവിറ്റി തന്നെ. നമ്മൾ പറയുന്നു 2025 കഴിയുമ്പോഴേക്കും NHന്റെ വർക്ക് കഴിയുന്നുള്ളത്. പലയിടത്തും ലാഗിങ് ആണ്, പല കാരണങ്ങളുണ്ട്. മെറ്റീരിയൽസിൻ്റെ പ്രശ്നമുണ്ട്, വർക്ക് നടക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ആലപ്പുഴയൊക്കെ തന്നെ ഒന്നും വേണ്ട, അനൂര് പാലം മുതൽ നമ്മൾ തുറവൂര് ആലപ്പുഴ വരെ പോകാനുള്ള സമയം, അവിടെ ഈ അടുത്ത കാലത്ത് കള്ളകോടുണ്ടായിട്ടുള്ള ആക്സിഡൻറ്റ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഒരു പ്രോജക്റ്റ് ഫൈനലായിട്ട് വരുമ്പോൾ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ റെയിൽവേസിനോടൊപ്പം ചെയ്യാനുള്ള സ്ഥലവും മറ്റ് സാധ്യതകളുള്ളപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്തതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അനാവശ്യമായി ഫണ്ട് ചെലവാക്കിക്കൊണ്ട് ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പല പരിമിതികളുമുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രീ ജയരാജ് പറഞ്ഞ എനിക്കൊന്ന് കൗണ്ടർ ചെയ്യാറുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ റേറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കണക്ക് പറയുകയാണ്, വന്ദേ ഭാരത് കൊടുത്ത ട്രെയിൻ റെയിൽവേസിൻ്റെ എക്സിസ്റ്റിംഗ് ലൈനിൽ പുതിയൊരു ട്രെയിൻ വരുമ്പോൾ അത് ഒരു പ്രീമിയം മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാർ പോകുന്ന ആ ട്രെയിനിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചേർക്കാറിൽ പോകണമെങ്കിൽ ഈ പറയുന്ന 1800 രൂപയാകുകയാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾ 1.5 ലക്ഷം 2 ലക്ഷം കോടി രൂപ ചിലവാക്കി പുതിയ ഒരു ഈ പറഞ്ഞ കേരള പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ അത് റിക്കവർ ചെയ്യണമെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി കൊടുത്താലും നിങ്ങൾക്ക് ആവില്ല. ഈ പറയുന്ന ട്രെയിൻ റേറ്റ് നാളെ ഈ കേരളയിൽ വരുവാണെങ്കിൽ തന്നെ 10,000 രൂപ 10,000 രൂപ കൊടുത്ത് ഒരു വഴിക്ക് പോകാൻ ആർക്കെങ്കിലും പറ്റുമോ? അത്രയും കോസ്റ്റ് അല്ലേ. അതിനെ കമ്പയർ ചെയ്ത് ഒരു പാരലൽ സംവിധാനം വരികയാണെങ്കിൽ അതിൻ്റെ 20% കോസ്റ്റ് വന്നാൽ പോലും ഈ പറയുന്ന വന്ദേ ഭാരത് റേറ്റിനോ അതിനേക്കാളും അല്പം പ്രീമിയം റേറ്റിനോ ആളുകൾക്ക് പോകാൻ കഴിയും. അപ്പം അതല്ലേ വേണ്ടത്. നാളെ ഈ പറയുന്ന പോലെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും 10,000 രൂപ കൊടുത്ത് ഫ്ലൈറ്റ് റേറ്റിനേക്കാളും കൊടുത്ത് പോകാൻ ആളുകൾ കഴിയുകയില്ല. കാരണം അത്രയും പൈസ അണ്ടർ റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കേരളയിൽ എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് 50% ഇതിലുള്ള റെയിൽവേസ് ഒരു കമ്പനിയാണ്. ആ കമ്പനി എടുക്കുന്ന മാർക്കറ്റും ഈ പറഞ്ഞ ജപ്പാൻ അടക്കമുള്ള ആളുകളും ഈ ലോണുകൾ നമുക്ക് തിരിച്ച് പൈസ അടയ്ക്കാൻ പറയും. പിന്നെ ADB വായ്പയെക്കുറിച്ചൊക്കെ ശ്രീ ജയരാജ് പറഞ്ഞപ്പോൾ അങ്ങ് അധ്യാപകം കൂടി ആയതുകൊണ്ട് ഞാനൊരു പഴയ കാലം ഓർക്കുകയാണ്. ഞാൻ 2002 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ CET അടക്കമുള്ള 3-4 പ്രധാനപ്പെട്ട കോളേജിൻ്റെ എക്സലൻസിന് വേണ്ടി അന്നൊരു 50 കോടി രൂപ എന്തോ ADB അനുവദിച്ചിരുന്നു. അത് ആ ADBക്കാർ വന്നപ്പോൾ SFI സമരം നടത്തിയതും ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ അതിൻ്റെ പേര് പറഞ്ഞ SFIയും ഇടതുപക്ഷ സംഘടനയും ഒരാഴ്ച കോളേജ് വെച്ചിട്ടൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വൈകി വത് വേഗമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജനങ്ങളുടെ മുകളിൽ കാട് കയറി ഒരിക്കലും വയബിൾ അല്ലാത്ത പ്രോജക്റ്റ് ഇമ്പോസ് ചെയ്യാനല്ല, ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് എല്ലാ തരത്തിലും മിതത്വം പാലിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് പോകണം. അതിന് പോകാൻ നമ്മൾ റെഡിയാണ്. സാധാരണ പ്രതിപക്ഷം ഏതെങ്കിലും പ്രതിപക്ഷം ഇതുവരെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മളത് ഓപ്പണായിട്ടാണ് പറയുന്നത്. നമ്മൾ സാങ്കേതിക കാരണങ്ങൾ പറയുന്നു, ഇക്കണോമിക്കൽ കാര്യങ്ങൾ പറയുന്നു, ജിയോഗ്രഫിക്കൽ ഇഷ്യൂസ് പറയുന്നു, നമ്മൾ സാമൂഹിക ഇഷ്യൂസ് പറയുന്നു. വളരെ കൺസ്ട്രക്റ്റീവായി ഇതുവരെ കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത രീതിയിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചർച്ചയാണ് കേരളയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സമരസമിതി, അത് കാട്ടിലപ്പീടികയാണെങ്കിലും ആടപ്പള്ളിയിലാണെങ്കിലും പിറവത്താണെങ്കിലും ഇവിടെ കൊട്ടിയത്താണെങ്കിലും ഒക്കെ നമ്മൾ ശക്തമായി നിൽപ്പുന്നുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ പറഞ്ഞ തൃക്കാക്കര ഇലക്ഷൻ അടക്കം നമുക്ക് വലിയൊരു ഭൂരിപക്ഷം ലഭിച്ചത്. അതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് സിൽവർ ലൈൻ അല്ല സൊല്യൂഷൻ, മറ്റു പല ഓപ്ഷൻസും ഉണ്ട്. അത് സർക്കാരും ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഒക്കെ സിൽവർ ലൈൻ മാത്രമേ നടപ്പിലാക്കൂ, അല്ലെങ്കിൽ ഇവർ പറയപ്പെടുന്ന കേരളയിൽ മാത്രം നടപ്പിലാക്കൂ എന്നുള്ള ആ ഒരു ഹുങ്കിൽ നിന്ന് പിന്നോട്ട് പോയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. കൃത്യമായിട്ടുള്ള പ്ലാൻ ഈ വിഷയത്തിൽ ഭാവിയിൽ UDF-നും ഉണ്ടാകും. കേരളയിൽ വരും കേട്ടോ എന്ന ശാഠ്യം ഉപേക്ഷിച്ച് എന്താണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സമവായം എന്നുള്ളതിനെ കുറിച്ച് സർക്കാരും ആലോചിക്കുക എന്നുള്ളതാണ് അതിൽ കരണീയമായ മാർഗം. VP ശ്രീ പത്മനാഭൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ഈ പ്രപ്പോസ്ഡ് സിൽവർ ലൈനിൽ റെയിൽവേക്ക് താല്പര്യമില്ല. റെയിൽവേ അത് ഖണ്ഡിതമായി അറിയിച്ചിട്ടുണ്ട്. ഈ ഗേജ് പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ശരി, റെയിൽവേക്ക് താല്പര്യമില്ല എങ്കിൽ റെയിൽവേക്ക് താല്പര്യമുള്ളത് ഏതാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്ന് മാത്രമല്ല, റെയിൽവേക്ക് മുമ്പ് ഇതേ പദ്ധതിയിൽ, അതായത് ഈ പ്രപ്പോസ്ഡ് പദ്ധതിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം റെയിൽവേയും അതുപോലെ തന്നെ കേരളയിലും തമ്മിൽ നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സിലെ ആദ്യത്തെ പോയിന്റ് തന്നെ ഇതാണ്: ദ പ്രപ്പോസൽ ഈസ് ഫോർ സ്റ്റാൻഡേർഡ് ഗേജ്. ദ പ്രപ്പോസൽ ഈസ് ഫോർ സ്റ്റാൻഡേർഡ് ഗേജ് എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ വരി തന്നെ. ഇൻ വ്യൂ ഓഫ് ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് SG ഓൺ ഹയർ സ്പീഡ്സ് ആൻഡ് പ്രൂവൻ ടെക്നോളജി അവൈലബിൾ വേൾഡ് ഓവർ, ഇറ്റ് വാസ് എഗ്രീഡ് ഇൻ പ്രിൻസിപ്പിൾ ടു പ്രൊസീഡ് വിത്ത് SG എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗേജ് ഫോർ ദിസ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം. അതായത് SGക്ക് സ്റ്റാൻഡേർഡ് ഗേജിന് ഇൻ പ്രിൻസിപ്പിൾ അനുമതി 2019 കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ റെയിൽവേക്ക് താല്പര്യമില്ലാതാവുന്നത്. താല്പര്യമില്ലായ്മയുടെ കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, കേരളത്തെ സംബന്ധിച്ച് റെയിൽവേക്ക് താല്പര്യമുള്ളൊരു കാര്യം റെയിൽവേ പറയണ്ടേ? ഇന്നലെ പാർലമെന്റിൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ പറ്റി ചോദ്യങ്ങളുണ്ടായി. അശ്വിനി വൈഷ്ണവാണ് ഉത്തരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? 16% ഭൂമി ഏറ്റെടുത്ത് തന്നിട്ടുള്ളൂ. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ലാൻഡ് അക്വിസിഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ ഞങ്ങളിത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങൾ ശബരി റെയിൽ ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ പൂർത്തീകരിച്ച് തരാം.
ഇപ്പം ഇവിടെ ഒരു തീവണ്ടി വരാത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നമ്മളെ കാലടിയിൽ, അറിയാലോ. അതായത് അങ്കമാലിയിൽ നിന്ന് ശബരിമലയിലേക്ക് ഉണ്ടാക്കിയ പാത കാലടി പോയി അവസാനിച്ചതാണ്. അവിടെ ആളുകൾ തുണി തിരുമ്പിയിട്ട് ഉണക്കാനിടുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ അത് കേരളത്തിലുള്ള ഒരു സാഹചര്യം നമുക്കറിയാം. അപ്പം കേരളത്തിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ, ഞങ്ങൾ ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞത് ഇന്നലെ, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആവശ്യം മൂന്നാമതൊരു ഒരു റെയിൽ വേണം. കാരണം വളവ് നികത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലൊക്കെ അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ല, കൊച്ചിരാജാവ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവിടെ വളവുകൾ ധാരാളമുണ്ട്, കൊല്ലത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നിവർത്തിക്കൊണ്ട് ഒരു മൂന്നാമത്തെ ലൈന് വേണം. ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും റെയിൽവേയുമായി കേരള സർക്കാരും ബന്ധപ്പെട്ട കക്ഷികളും ചർച്ച ചെയ്ത് നമ്മളുടെ റെയിൽവേ വികസനത്തിന് ആവശ്യമായ ഈ അധികം ഭൂമി ഏറ്റെടുക്കാതെ, അധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ആൾക്കാരെ കുടിയിറക്കാതെ, നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മൂന്നാമതൊരു ലൈനും അതോടൊപ്പം ശബരി റെയിൽപാതയും അതോടൊപ്പം സ്റ്റേഷൻ്റെ വികസനവും കൂടുതൽ അതിവേഗ ട്രെയിനുകളും അതോടൊപ്പം മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. അന്ന് റെയിൽവേ ചർച്ച ചെയ്തപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് ഉണ്ടായിരിക്കും, താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്തപ്പോൾ അത് ഉണ്ടായിരിക്കും. മുകളിൽ പോയപ്പോൾ അത് അവിടെ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റും സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും പൊതുസമൂഹവും ബന്ധപ്പെട്ട കക്ഷികളും ചർച്ച ചെയ്ത് നമ്മൾക്ക് ഫീസിബിൾ അതാണ് കേരളത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വികസനത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ശരി, ഓക്കെ. എന്തായാലും അങ്കമാലി ശബരി പാത സ്ഥലമേറ്റെടുത്ത് കൊടുക്കാത്തത് കൊണ്ടല്ല, റെയിൽവേ ആ പദ്ധതി ഉപേക്ഷിച്ചത് കൊണ്ടാണ്. 400 ഹെക്ടർ സ്ഥലം ഈ പ്രോജക്റ്റിന് വേണ്ടി ഏറ്റെടുത്ത് കൊടുത്തതാണ് റെയിൽവേ. അപ്പൊ ഞങ്ങള് കഴിഞ്ഞതിന് മുന്നത്തെ വർഷമോ അവിടെ ഒരു കോൺക്ലേവ് നടത്തിയതാണ്. ആകെ 16 ഹെക്ടർ ഭൂമി എന്തോ ആണ് ഏറ്റെടുത്ത് കൊടുക്കാൻ ബാക്കിയുള്ളത്. ഗവൺമെന്റ് ഈ പറഞ്ഞ സ്ഥലം കൊടുക്കാഞ്ഞിട്ടില്ല. റെയിൽവേ ഇപ്പൊ അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് ഓക്കെ ആണെന്ന് തീരുമാനിച്ചാൽ ആ പദ്ധതി നടക്കും. ശശി പത്മനാഭൻ, അവിടുത്തെ നാട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ കൃത്യമായി പറയുന്നത് ആ മേഖലയിലെ പഞ്ചായത്ത് അംഗങ്ങൾ മുതലുള്ള ജനപ്രതിനിധികളെ ചേർത്ത് എറണാകുളത്ത് ഒരു കോൺക്ലേവ് അങ്കമാലി ശബരി പാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എറണാകുളത്ത് ഒരു കോൺക്ലേവ് മാത്രമേ നടത്തിയിട്ടുണ്ട്. ഞാനായിരുന്നു അത് മോഡറേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടുത്തെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഇവിടെ സമരസമിതിയൊക്കെ ഉണ്ടല്ലോ. പണ്ട് അവിടെയും സമരസമിതി ഉണ്ടായിരുന്നു. ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. അല്ല, ഇപ്പൊ അവിടുത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക സംവിധാനങ്ങൾക്കോ ഒന്നും ഒരു എതിർപ്പുമില്ല സാർ. ഗവൺമെന്റ് തീരുമാനിച്ചാൽ മാത്രം മതി. പോയതിന് ശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. അല്ല, അവിടെ സ്ഥലമേറ്റെടുക്കലിന്റെ പ്രശ്നമില്ല. റെയിൽവേ തീരുമാനിച്ചാൽ മാത്രം മതി. റെയിൽവേ തീരുമാനിച്ചാൽ ആ പദ്ധതി നടക്കും. അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ അടക്കമുള്ള പഴയ സമരസമിതിക്കാരടക്കമുള്ള ആളുകൾക്ക് വളരെ അനുകൂലമായ നിലപാടാണ്. ഒരു പ്രാദേശിക പ്രശ്നവുമില്ല, ഒരു എതിർപ്പുമില്ല. അങ്കമാലി ശബരി റെയിൽപാത നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ മാത്രം മതി. ഒരു ഡിസിഷൻ മാത്രം മതി, വേറെ ഒന്നും അതിനാവശ്യമില്ല. ഒരു ഡിസിഷൻ മാത്രം മതി. അതുകൊണ്ട് അത് സ്ഥലമേറ്റെടുക്കലിന്റെ കുഴപ്പത്തിലിടല്ലേ. ഭൂമി പോലും ഏറ്റെടുക്കാത്ത ഇല്ല, 2004 ശേഷം തുച്ഛമായ ഭൂമി മാത്രമേ ആ പ്രോജക്റ്റിന് വേണ്ടി ഏറ്റെടുക്കാൻ ബാക്കിയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് 15-16 ഹെക്ടർ ഭൂമിയുടെ മാത്രമാണ് ആ പ്രോജക്റ്റിൽ ബാക്കിയുള്ളത്. ഒന്നും നടന്നിട്ടില്ല. ഇല്ല, എന്തായാലും ആ കാര്യത്തിൽ അങ്ങേക്ക് തന്നെ എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയിലും അല്ലെ ആ പ്രദേശത്തൊക്കെയുള്ള ജനപ്രതിനിധികളുമായും BJP-യുടെ ഭാരവാഹികളുമായിട്ടൊക്കെ ഒന്ന് ഒരു ഫോൺ സംഭാഷണം നടത്തിയാൽ മനസ്സിലാവും. ഒരു പ്രാദേശിക എതിർപ്പുമില്ല, സ്ഥലമേറ്റെടുപ്പിന്റെ പ്രശ്നമില്ല. കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേയുടെ തീരുമാനം മാത്രമാണ് അക്കാര്യത്തിൽ വിലങ്ങുതടി. റെയിൽവേയുടെ തീരുമാനം മാത്രമാണ് അങ്കമാലി പാതയ്ക്കുള്ള ഒരേ ഒരു വിലങ്ങുതടി. കാലടി വരെ എത്തിച്ചത് അടൽജി ഗവൺമെന്റ് ആണ്, ഒ രാജഗോപാലാണ്. അത് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ബോർഡ് ഉണ്ട്, ഒരു നിർമ്മിതിയുണ്ട്, അതിന് താഴെ ഇനി ചെങ്ങന്നൂരിലെ പാത നോക്കാം, അതിനെന്ത് ചെയ്യാൻ പറ്റും. അല്ല, ഈ പദ്ധതിക്ക് ഒരു തടസ്സവും ഇല്ല. റെയിൽവേ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇവിടെ ശ്രീ ജയരാജ്, ഇപ്പൊ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ ജനങ്ങളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുക എന്നുള്ളത് സർക്കാരുകളുടെ ബാധ്യതയാണ്. ഈ നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത പദ്ധതി ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിരിക്കാതെ നടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിൽ കൂടുതലായി എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര സർക്കാർ കൊണ്ട് ചെയ്യിക്കണം. അക്കാര്യത്തിൽ ഇപ്പൊ റെയിൽവേ വികസനം ഊർജിതമാക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം?
ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ച പങ്ക് ആ പണം അനുവദിച്ചിട്ട് അതിനിപ്പോൾ പലിശ ഏർപ്പെടുത്താനായിട്ട് പോവുകയാണ്. കേരളത്തിന് അർഹതപ്പെട്ട പല കാര്യങ്ങളും വയനാട് പാക്കേജ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എങ്ങനെ നടത്തിയെടുക്കണമെന്ന്, അഥവാ ഇനി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ തന്നെ ഇവിടുന്ന് അതിനെ മുടക്കം വരുത്താനായിട്ട് ഇവിടുത്തെ BJP-ക്കാർ അവിടെ ചെല്ലും. യാതൊരു കാരണവശാലും കേരളത്തിന് ഒന്നും അനുവദിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് ശ്രീ അനന്തപത്മനാഭൻ്റെ കൂട്ടുകാരും അനന്തപത്മനാഭൻ്റെ സഹപ്രവർത്തകരും എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ്. പിന്നെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം ശ്രീ ശബരിനാഥൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിനെ നമുക്ക് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്തായിരുന്നു പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യാതൊരു കാരണവശാലും ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞെടുത്തുന്ന ഒരു ചേഞ്ച് ഉണ്ടായത് വളരെ നല്ലതാണ്. അദ്ദേഹം കുറച്ചുകൂടി ചെറുപ്പമായതുകൊണ്ടായിരിക്കും അത്ര ഒരു പ്രോ ആക്റ്റീവ് സ്റ്റാൻഡ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശരി, എന്തായാലും നമുക്ക് നോക്കാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെ തരത്തിൽ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നൊക്കെയുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. കാത്തിരിക്കാൻ വളരെ നന്ദി. എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.